ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കുട്ടികൾക്ക് ആൽബം സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റ് ഇതെല്ലാം ആദ്യത്തേതെങ്കിലും ചെയ്ത് എന്നെ ആദ്യത്തെ ഒരു കമൻറ്റെങ്കിലും നല്ലതാവണം. എനിക്ക് ഇതുവരെ ഒരു കമൻറ്റ് പോലും കിട്ടിയിട്ടില്ല. അപ്പം എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇതിലൊക്കെ വായിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ്. എന്തായാലും ഞാൻ പറഞ്ഞത് തന്നെ ചെയ്യാം. അപ്പം എന്നാൽ ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ട് കുളിച്ചിട്ടില്ല, ചോറ് ഉണ്ടിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നേരെ പോയി കുളിക്കണം. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ കുളിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കാരണം പപ്പ ഇവിടെ ഇല്ലായിരുന്നു, അപ്പച്ചൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ ഇന്ന് ക്യാമറമാൻ എടുക്കുന്ന മാത്രമേ കാണത്തുള്ളൂ. സോ ബാക്കി പകുതി വീഡിയോസും എൻ്റേതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ എനിക്കൊന്ന് പോയി കുളിക്കണം. ചേറാണ് ഞാൻ പിറകിൽ പെട്ടെന്ന് തന്നെ മേടിച്ച് എനിക്ക് നേരെ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരണം. നമുക്ക് കുളിച്ചിട്ട് വരാം. ഞാൻ പോയി കുളിച്ചിട്ട് വരാൻ 5 മിനിറ്റ് മതി. അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ലൈറ്റ് എല്ലാം ഓഫാക്കി പോയി. മമ്മിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? ഫുള്ളി ഡാർക്ക്നെസ് ആയില്ലേ? ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ പോയി ഒന്നല്ലെങ്കിൽ കുരിശരിക്കും കഴിക്കാം. ആദ്യം നമുക്ക് കഴിക്കാം, പിന്നെ കുരിശ് പ്രാർത്ഥിക്കാം, പിന്നീട് പ്രത്യേകിച്ച് പിന്നെ പാല് കുടിക്കുക. നാളെ രാവിലെ ഇത്രയും മുടി നിൽക്കിക്കട്ടെ. ഞാൻ കുളിച്ചിട്ട് കാരണം ഇതേമാതിരി കെട്ടി വെച്ചതാണ്. ഞാനിപ്പോൾ വെറുതെ ഒന്ന് ചീകി വെക്കുന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ വെറുതെ ചീകി ചടയൊക്കെ എടുത്ത് ചോറ് അവിടെ വെച്ച് അപ്പോൾ ചടയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കാം. വരുന്നു. അപ്പം വെറുതെ മുടിയിട്ട് ലൂസിലൊന്ന് കിട്ടുക. പിന്നെ പോയി കുരിശ് വരയ്ക്കുക. നമ്മളെല്ലാവരും കൂടെയാണ് കുരിശ് വരയ്ക്കുന്നത്. പിന്നെ പ്രാർത്ഥിച്ചിട്ട് പിന്നെ പാൽ കുടിക്കുക, കിടക്കുക. പിന്നെ മോർണിംഗ് ടു ഈവനിങ് ആയിരിക്കും. അപ്പം പോയി ചോറുണ്ടാകും. അപ്പം നമ്മുടെ ചോറിന് അങ്ങനെ മഞ്ഞളും നെയ്യും പിന്നെ മീൻകറി. നല്ല വിശപ്പുണ്ട്, വാറാൻ എടുക്കുന്നുണ്ട്. അപ്പം ചോറ് ഫ്രണ്ട്സ്, ഞാൻ ചോറുണ്ട് കഴിഞ്ഞിട്ടും ചോറുണ്ട് കഴിഞ്ഞത് എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പോഴും എനിക്ക് നല്ല കാലുവേദനയുണ്ട്. കുറേ നേരം ഞാൻ ചോറുണ്ട് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് നല്ല കാലുവേദന എടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് ഇനി റീലെടുക്കാനുണ്ട്. ഇന്നത്തെങ്കിലും എന്തെങ്കിലും ഇടണ്ടേ? നാളെയാണ് എൻ്റെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് കഴിയണമെന്നും. അപ്പോൾ കുരിശ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. നമുക്കൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഫ്രണ്ട്സ്, നമ്മൾ കുരിശ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ പാല് കുടിക്കണം. അപ്പം പാല് കുടിക്കാൻ നേരത്ത് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ മമ്മി പാലുണ്ടാക്കുന്നത് പാല് കുടിക്കാം. Boost is the secret. Bounty is the secret of my energy. മീശ. അപ്പം പിന്നെ മുടി ഒന്ന് ചെയ്ത് കെട്ടണം. ഞാൻ കിടക്കുവാണ്. ഇപ്പം നാളത്തെ വീഡിയോ ആയിരിക്കും ഷൂട്ട് ചെയ്യണത്. അപ്പം നാളെ കാണാം. നാളെ
കാണാം. ഞാൻ കടക്കാൻ പോവാണ്. എല്ലാം പിന്നെ നാളെ മോർണിംഗ് തുടങ്ങി കഴിക്കുക, ബ്രഷ് ചെയ്യാം. ഞാനിങ്ങനെയൊക്കെയാണ് തുടച്ചു കയറി. മോളൂട്ടി എനിക്ക് വാ, ടൈമായി, വാ എനിക്ക് മോളൂട്ടി. Good morning. Good morning, guys. ഇനിയിപ്പം ഇന്നത്തെ പരിപാടി നോക്കണം, പല്ല് തേക്കണം, കഴിക്കണം. നമുക്ക് ഞാൻ പോയി പല്ല് തേച്ചിട്ട് തരാം. അപ്പം ഞാൻ എണീച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും കൂടി ഒന്നും കൂടെ കട്ടടോ. ഞാൻ പല്ല് തേക്കാൻ പോയപ്പോൾ ഒന്ന് വെറുതെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കരമാകുമ്പോൾ എന്തോ മുടിയൊക്കെ മുന്നിലോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ എല്ലാം മുന്നിലോട്ട് എനിക്കൊരു മുടിയൊന്ന് ചട എടുക്കാം. മുടി കെട്ടണമെന്നല്ല, കാരണം ഇനിയിപ്പം എന്തായാലും എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ പിന്നെ അയച്ച് കെട്ടണം. ഇനിയിപ്പോൾ അപ്പം ക്ലാസ്സിൽ ഞാൻ പറയുവാണ് ലേഡീസ് എന്തോ ഒരു ലീവ് തരാത്തേ. ചട എടുക്കും. ടാപ്പ് ചേർത്ത് ഇതുവരെ ഇടിച്ചിട്ടില്ല. ഞാൻ ഒരിക്കലും വീഡിയോ എടുക്കുമ്പോൾ എനിക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആദ്യമായിട്ട് ചെയ്യണം. ഞാൻ നെക്സ്റ്റ് ഡേ ഇൻ മൈ ലൈഫിൽ നമുക്കൊന്ന് നോക്കാം. ഞാനൊന്ന് മുടി ചട എടുക്കട്ടെ. ഞാൻ ജസ്റ്റ് ചടയൊക്കെ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. എൻ്റെ ഫേസ് തന്നെ ഡല്ലാണെങ്കിൽ ഇങ്ങനെ ഉണക്കത്തിൽ എണിച്ച് കുറച്ചിരുന്നത് ഇതേ മാറ്റി ചൊക്കം വന്നിട്ട് എണിച്ചിട്ടില്ല. ഇനിയിപ്പോൾ കുറേ നേരം ജനിങ്ങനെ ഇരിക്കണം. ഇപ്പം 7:45 കഴിക്കാൻ വേണ്ടി 8 മണിയൊക്കെ ആവും. അപ്പം അത്രയും നേരം ഞാൻ വെറുതെ ഇരിക്കണം. ആ സമയം ഞാൻ ടാബ് നോക്കും. ഫ്രണ്ട്സ്, ഞാൻ കഴിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് ഞാൻ അപ്പോൾ വീഡിയോ എടുത്തില്ലെന്നപ്പോൾ ഞാൻ കഴിക്കാൻ തുടങ്ങിയത്. ദോശയും ന്യൂട്ടല്ലയാണ് കഴിച്ച് കാണാം. കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡ്രസ്സ് ഇടണം. എനിക്ക് മടിയാവണം സ്കൂളിൽ. ഞാൻ പോയി ഡ്രസ്സ് ഇട്ടിട്ട് പറ്റേ. ഫ്രണ്ട്സ്, ഞാൻ ഡ്രസ്സ് ഇട്ട് ഇറങ്ങി. ഞാൻ ലേറ്റായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പാപ്പച്ചേട്ടയ്ക്ക് ഇന്ന് ഡ്രോയിങ് കോമ്പറ്റീഷനുള്ള പോയത്. ഓയിൽ പേസ്റ്റും പെയിൻ്റൊക്കെ മേടിക്കാൻ വേണ്ടി നേരെ നെല്ലാടി പോകണം. മേടിക്കണം. പിന്നെ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇച്ചിരി ലേറ്റായിട്ടല്ല വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഇച്ചിരി വേഗം വന്നു. ഇന്ന് പപ്പയ്ക്ക് ഹാഫ് ഡേ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ തന്നെ എനിക്ക് വേണ്ടി ഷട്ടിലൊക്കെ കളിച്ച് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പം നമ്മൾ സാധാരണ വീട്ടിൽ 5:15, 5:30 അതേപോലെ സമയത്തൊക്കെ ആയിരിക്കും ചായ കുടിക്കണത്. വീട്ടിൽ എത്തി ഡ്രസ്സൊക്കെ മാറിയുമ്പോൾ ഇന്ന് ഇച്ചിരി 4:30, 4:15 ആകുമ്പോഴത്തേനും ചായ കുടിക്കാൻ പറ്റും. ഇപ്പോൾ സമയം 4:01 ആയിട്ടുണ്ട്. പക്ഷെ ഫോണിൽ 4:02 കാണിക്കുന്നത്. അപ്പം ഞാൻ എന്താ പറയാൻ വന്നെന്ന് പോലെ എനിക്ക് ഓർമ്മയില്ല. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വീടിൻ്റെ പുറത്ത് ഇതേ ഉള്ളൂ. ഇനിയിപ്പോൾ വാല് തുറന്ന് വീട്ടിൻ്റെ അകത്തോട്ട് കയറാം. അതിനിപ്പോൾ ഞാൻ പറയണമെന്നില്ലല്ലോ, ഞാൻ കയറാം. എനിക്ക് കാലമുണ്ട്. ഞാൻ വീടിനകത്ത് കയറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഡൈനിങ് ഹാളിലെ ഈ സ്റ്റെപ്സിൻ്റെ അടുത്താണ് ഉള്ളത്. ഈ സ്റ്റെപ്സിൻ്റെ അടുത്ത് ഇവിടെയാണ് കുറച്ചും കൂടെ വെട്ടമുള്ളത്. ഇവിടെ കറണ്ടില്ല. ഇപ്പം കറണ്ട് പോയേക്കുവാണ്. അത് കണ്ടാണ് ഞാൻ പോയത്. ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ. ഞാൻ ഡ്രസ്സ് മാറി ഇപ്പം കൈ കഴുകാം.
ഫ്രഷ് ചെയ്യാം. നമ്മുടെ കൈ നല്ല ഫ്രഷ് ആവട്ടെ, നല്ലോണം ഫ്രഷ് ആവട്ടെ, നല്ലത് പോണം. പോയി ഫ്രണ്ട്സ്, എപ്പോഴും വേറെ പണിയില്ല. ഇത് അയ്യോ നൗ സെറ്റ്. വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയിട്ട് നമ്മുടെ ഹോക്കി കരയിടൂ. എൻ്റെ ഹോക്കി ഇല്ലാതെ കരയണത് എന്നാടാ, എന്നാ കരയണ എന്നാ അടി മേടിക്കും, നീ അടി മേടിക്കുന്നേ. ഫ്രണ്ട്സ്, ഇവൻ്റെ മെയിൻ ഹോബിയാണ്. എന്തിനീ മഴ വരുമ്പോഴത്തേനും അപ്പക്കറി പറഞ്ഞേക്കടാ. റോക്കി അവൻ്റെ പേര് ഇഷ്ടമല്ല. എന്നാണ് കയ്യിൽ വടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. നീ കാറ്റേ, നീ എന്നാ കാണിച്ചേ, എന്നാ നീ കാറ്റേ, എവിടെയാണ് നീ മാന്തണേ? ചക്ക്, ഞാൻ പോട്ടേടാ, ഞാൻ പോവുക. ടാറ്റ, ബൈ ബൈ ഫ്രണ്ട്സ്. അപ്പം എന്ത് ചെയ്യണമെന്ന് പോലും ഇപ്പോൾ ഇവിടെ കറണ്ട് ഉണ്ടെങ്കിലും ഇൻവെർട്ടറിലാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ ഒന്നും രീതിയില്ല. അപ്പോൾ ഞാൻ ഫ്ലാഷ് ഇട്ടിട്ടാണ് ഇപ്പോൾ എല്ലാം കാണുന്നത്. ഇവിടെ ഇരിപ്പുണ്ട്, കാണിക്കാൻ വിടൂല ക്യാമറ വരാനുള്ള. ഇപ്പോൾ ഞാൻ പോയി ഇത്ര നേരം ഫോൺ കാണത്തെ ഫ്രണ്ട്സ്. അപ്പം ഞാൻ പോയി ഫോൺ കാണുവാണ്. അപ്പം ഞാൻ ചായ കുടിക്കാൻ നേരത്ത് വിളിക്കാം. ചായ കുടിക്കുന്നത് ഞാൻ പിന്നെ വരാം. ഇത് ചായ കുടിക്കാൻ നന്നായിട്ട് പയ്യമ്പുരി, 2 പയ്യമ്പുരി ഉണ്ട് ഫ്രണ്ട്സ്. എൻ്റെ ഫേവറേറ്റ് ആണ് പഴംപൊരി എന്ന് പറയണത്. ഇപ്പോൾ ചായ, ചൂട് ചായ കുടിക്കട്ടെ. ചായ കുടിക്കണമെന്ന് ഒരു കാര്യം കേൾക്കുന്നുണ്ടോ? പോയി ജസ്റ്റ് ചോദിക്കുമ്പോൾ കഴിക്കാൻ നല്ല രസം. ചായ കുടിച്ച് കഴിഞ്ഞു. പിന്നെ മുടിയൊന്നും കെട്ടാൻ വേണ്ടി ഇവിടെ വെട്ടമില്ല, കാരണം വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഞാൻ ചെയ്യണ്ടേ, എനിക്കൊരിപ്പോൾ ഒരു റീൽ എടുക്കാനുണ്ട്. ഇവിടെയാണ് വെട്ടമുള്ളത്, അപ്പം ഞാൻ ഇവിടെ വെച്ചിട്ടൊരു റീൽ എടുക്കണം. അപ്പം ഒന്ന് റീൽ എടുക്കട്ടെ. ഇന്ന് എനിക്കൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്യില്ല, ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്യില്ല. ഇന്ന് വൈകുന്നേരമൊക്കെ ആവും, ഇത് നാളെയൊക്കെ ആകുമ്പോഴേ പോസ്റ്റ് ആകത്തുള്ളൂ. ഇപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നാളെ ആവും. അപ്പോൾ നാളെ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നത്തെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കണ്ടേ. അപ്പോൾ ഇന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ റീൽ എടുക്കുന്നുണ്ട്. ഞാൻ റീൽ എടുത്തിട്ട് വരട്ടെ. ഫ്രണ്ട്സ്, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഷോപ്പിങ്ങിന് വന്നു. സാറിന് നമുക്ക് ഇപ്പം ഞാൻ റീലെടുത്ത് കഴിഞ്ഞ് നേരെ ഷോപ്പിങ്ങിനാണ് പോകുന്നത്. വേറെ ഒന്നും ചെയ്യാൻ നിന്നില്ല. അപ്പോഴത്തെ എൻ്റെ മെയിൻ ഹോബി എന്ന് പറയണേ, ഇങ്ങനെ TV കാണുക. മമ്മിയുടെ അടുത്ത് പോയിട്ട് TV കാണുക, എന്നിട്ട് പഠിച്ച് കഴിഞ്ഞ് പോയി കുളിച്ചിട്ട് വന്നിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ. അതായത് ചോറുണ്ണത് ഇടയ്ക്കാണ്, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇടയ്ക്ക് മാത്രമാണ് ചോറുണ്ണാറുള്ളത്. ഇപ്പോൾ നേരമായി പ്രാർത്ഥിക്കും. അതൊക്കെ ഞാൻ ഇന്നലെ കാണിച്ചതാണ്, സോ അത് ഞാൻ കാണിക്കുന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ ഫോണ് ഒന്ന് അവിടെ ഇത് കൊടുത്തേക്കാണ്. എന്തോ ഓണാവാത്ത ബാറ്ററി ചേഞ്ച് ആക്കുന്നതിട്ട് കൊടുത്തേക്ക് വന്നത്. ഇപ്പം മേടിക്കണം. ഇപ്പോൾ വെജിറ്റബിൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ ലേറ്റാവും എന്ന് പറഞ്ഞാൽ ലേറ്റാവും വീട്ടിലെത്തുമ്പോൾ. അപ്പം ഞാൻ ആ വഴി ഞാൻ പറഞ്ഞത് അത്രേ ഞാൻ ചെയ്യത്തുള്ളൂ. അപ്പം എന്തായാലും ഞാൻ ഷോപ്പിംഗ് ആയിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുഞ്ഞ് ഷോപ്പിങ്ങിനാണ് പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ച് എടുത്തുകൊണ്ട് പോകണം. അത്
അപ്പം ഫോൺ ചാർജില്ല, ഞാൻ പോയി ചാർജിന് വെക്കട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിപ്പോഴത്തെ പഴം എടുത്തിട്ടുണ്ട്. ഫോണൊന്നും കൊണ്ട് ചാർജിന് വെക്കണം. അതേപോലെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിയത് 6:08 ഇപ്പോൾ സമയം. 7:15 നമ്മൾ 1 മണിക്കൂറായി. നമുക്കിനി അതോട്ട് പോയിട്ട് അതിന് പോയി നമുക്ക് എന്നല്ല ബാക്കി പരിപാടികളിൽ നോക്കാൻ ഫോൺ ചാർജ് നോക്കട്ടെ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് സൈഡ് നമ്മളിപ്പോൾ കുരിശ് വരച്ചു. അപ്പം ഞാൻ പോയി കുളിക്കട്ടെ. അപ്പം ഞാനൊന്നും ഒരു കാര്യം പറയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞതാണ് കുരിശ് വരയ്ക്കുന്നത്, ചോറുന്നത്, കുളിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പം ഇന്ന് ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് നേരെ കൺക്ലൂഷൻ പറയാൻ വേണ്ടി ക്യാമറമാനെ വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖം കാണത്തില്ല. അപ്പോൾ ഞാൻ ക്യാമറമാനെ വിളിക്കട്ടെ. അപ്പം ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു കാര്യം മറക്കരുത്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി ഷെയർ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇന്നത്തെ ഡേ മൈ ലൈഫ് ഇന്നും ഇന്നലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. അതുവരേക്കും എല്ലാ കൂട്ടർക്കും ബൈ.